അസലമലൈക്കും. ഞങ്ങൾക്ക് തന്ന മറ്റൊരു വീട്ടില്ല കോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് മറ്റ് വീട്ട് ഇട്ട് തായിക്കുന്നുണ്ട. എൻ്റെ മോനാണ് 5 വയസ്സിൽ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. 15 വർഷമായി ആക്സിഡൻറ്റ് പറ്റി. ഞങ്ങൾ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചികിത്സയും കാര്യങ്ങളാണ്. നമുക്ക് വലത്തെ ഭാഗം മൊത്തം നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നിനും പറ്റില്ല. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ചികിത്സ കാരണം സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു. ഒരു വീടിലേക്ക് വാടക മാസങ്ങളായി ഞങ്ങൾ വാടക നമുക്ക് സ്വന്തമായിട്ടൊരു വീട് സ്ഥലം ഇല്ല. എൻ്റെ ചികിത്സ നടക്കണം. എൻ്റെ ഉപ്പാക്ക് കൂലിപ്പണിയാണ്. പണി കഴിഞ്ഞ് വന്നാൽ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. ആഷിഫ് മന്ദലാവുന്നാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർ പഞ്ചായത്തിലെ എടയൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ നാട്ടിലുള്ള ഒരു കുടുംബം തന്നെയാണിത്. ഇവരുടെ ദയനീയാവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മോൻക്ക് 5 വയസ്സുള്ള സമയത്ത് ആക്സിഡന്റ് ആയതാണ്. ഇപ്പൊ ഏകദേശം 20 വയസ്സായി. 15 വർഷത്തോളമായിട്ട് ഈ മോൻ ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. ഈ കുടുംബം ഈ വേദന കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു വരുന്നത്. ഇവരിപ്പോ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഒരു കുടുംബമാണിത്. ഇവർക്ക് ഇവരുടെ ഈ വിഷമം മനസ്സിലാക്കിയിട്ട് ഒരു ഉമ്മ, ഒറ്റയ്ക്കുള്ള ഒരു ഉമ്മ അവരുടെ ആ സ്ഥലത്ത് ഇവർക്ക് ഒരു വീട് വെച്ചിട്ട് ഇവർക്ക് എന്നാണോ ഇവർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുന്നത് ആ സമയം വരെ അവർക്ക് ആ പറമ്പിൽ ഒരു ഷെഡ് വെച്ചിട്ട് താമസിക്കാം എന്നുള്ള ഒരു സമ്മതം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അവിടെ ഒരു ഷെഡ് വെക്കാനോ അതല്ലെങ്കിൽ ചെറിയൊരു രീതിയിലൊരു വീട് വെക്കാനോ ഉള്ള പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മളെ മുമ്പിൽ സഹായം അപേക്ഷിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ കാണുന്ന എല്ലാ ആളുകളും ഈ ഒരു കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന 100 രൂപയോ അല്ലെങ്കിൽ 200 രൂപയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു സാമ്പത്തികം നിങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ചെയ്തു കൊടുക്കണം. ഇവരുടെ ഉപ്പ ഡിസ്കിന് കംപ്ലൈന്റ് ആയതിന്റെ പേരിൽ ഇവർ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. ആ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ മോന്റെ ചികിത്സക്ക് തന്നെ തികയുന്നില്ല. 3 മാസമായിട്ട് ഈ വീടിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ദയനീയാവസ്ഥയിലുള്ള ഈ കുടുംബത്തെ ഈ മോന്റെ വിഷമം മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ ഒരു മോനെ നമുക്ക് നല്ലൊരു സ്വന്തമായിട്ട് ഒരു വീട്ടിലേക്ക് മാറ്റണം. ആ മോന്റെ ആഗ്രഹം തന്നെ ഒരു വീട് വേണമെന്നാ. പിന്നെ എന്നോടൊരു ആഗ്രഹം പറഞ്ഞത് അവൻക്ക് ഗൾഫിൽ പോകണമെന്നാ. ആ മോന്റെ ആ ബുദ്ധി കൊണ്ട് അവൻ പറയുന്നതാ വിമാനത്തിൽ കയറണമെന്ന് അവന്റെ ആഗ്രഹം പോലും അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് ഒരു സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.